ഹലോ നമസ്കാരം, രഞ്ജിത്ത്. എങ്ങനെയാണ് ഒരു പിച്ച് ഡെക്ക് ഉണ്ടാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ പിച്ച് ഡെക്ക് ഉണ്ടാക്കിയാലും കാര്യമില്ല. പലപ്പോഴും നമ്മളൊരു ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മതിയാകും. ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്റ്റെപ്പുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ്സിന് ഒരു ഫണ്ട് കിട്ടണമെങ്കിൽ ഒരു ഇൻവെസ്റ്ററുടെ അടുത്ത് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. ആ ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യാനുള്ള 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം ഉറപ്പായിട്ടും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു ഡീല് നടക്കണമെങ്കിലും ഫസ്റ്റ് ഇംപ്രഷൻ ആവശ്യമാണ്. എങ്ങനെയായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാകുന്നത്? ഏറ്റവും ആദ്യം നമ്മുടെ ലുക്കിൽ തന്നെയാണ്. അപ്പോൾ ലുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് വേണം എത്താനായിട്ട്. സീരിയസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ബ്ലേസറൊക്കെ ഇട്ട് ടൈയും കോട്ടും ഒക്കെ ഇട്ട് ചെല്ലണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്താണോ നിങ്ങളുടെ കൾച്ചർ, എന്താണോ നിങ്ങളുടെ വിഷൻ, എന്താണോ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത്, അത്തരം ഒരു ക്യാരക്ടർ നിങ്ങൾക്കുണ്ടാവും. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഹുഡീസ് ധരിച്ചിട്ടായിരിക്കും എപ്പോഴും നടക്കുന്നത്. ആബ്സല്യൂട്ട്ലി ഫൈൻ. അത്തരത്തിലുള്ളൊരു കൾച്ചറിലുള്ള ഒരു ഓർഗനൈസേഷനാണ് നിങ്ങളുടേതെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ജേഴ്സി ഇട്ടിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യാൻ ചെല്ലുന്നത്. ആബ്സല്യൂട്ട്ലി ഫൈൻ. കാരണം അത് നിങ്ങളുടെ പാഷനെ കാണിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അതിനകത്ത് ജീവിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പാഷനെ കാണിക്കുന്ന തരത്തിൽ പ്രൊഫഷണൽ ആവുക. മാത്രമല്ല നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ നോട്ടം, ഇതെല്ലാം തന്നെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏറ്റവും പ്രധാനം നിങ്ങളുടെ എനർജിയാണ്. നിങ്ങളുടെ എനർജിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. കാരണം ഒരു ഓൺട്രപ്രണർ, ഒരു സംശയം വേണ്ട, അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, പെർട്ടിക്കുലർലി ഒരു സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർ എപ്പോഴും എനർജറ്റിക് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻവെസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ വളരെ എനർജറ്റിക്കായി, വളരെ പ്ലസൻ്റായി, വളരെ കോൺഫിഡൻ്റായി, നല്ല ഡ്രസ്സിങ്ങോടുകൂടി, നിങ്ങളുടെ ആ ഒരു കൾച്ചറിൻ്റെ ഡ്രസ്സിങ്ങോടുകൂടി, നല്ല പാഷനോടുകൂടി തന്നെ അവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരു ഗ്രേറ്റ് ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളെപ്പോഴും ഒരു ഇൻവെസ്റ്ററുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഇൻവെസ്റ്റർ ഒരുപക്ഷെ നിങ്ങളുടെ മാർക്കറ്റിനെ കുറിച്ച് അത്ര സ്റ്റഡീഡ് ആയിരിക്കില്ല. നിങ്ങളുടെ ആ ഒരു പെർട്ടിക്കുലർ ഡൊമൈനിൻ്റെ മാർക്കറ്റിനെ കുറിച്ച് ഏറ്റവും അധികം സ്റ്റഡീഡ് ആയിരിക്കേണ്ടത് നിങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റ് എത്രമാത്രം വലുതാണ്, എത്രമാത്രം സാധ്യതകൾ നിറഞ്ഞതാണ്, എത്രമാത്രം പ്രശ്നങ്ങളുള്ള മാർക്കറ്റിൽ ആ പ്രശ്നം എങ്ങനെയാണ് നിങ്ങൾ സോൾവ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ കസ്റ്റമറിനെ നിങ്ങൾ അക്വയർ ചെയ്യാൻ പോകുന്നത്, മാർക്കറ്റിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, പറ്റുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള നമ്പേഴ്സിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റണം. നിങ്ങൾ എത്രമാത്രം മാർക്കറ്റിനെ കുറിച്ച് ഒത്തൻറ്റിക് ആവുന്നുവോ, ഞാൻ ഉറപ്പിച്ച് പറയാം, ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആവും. കാരണം ഇൻവെസ്റ്റേഴ്സ് അതിനെക്കുറിച്ച് അധികം അറിയാത്ത ആളുകളായിരിക്കും, ആ ഒരു പെർട്ടിക്കുലർ മാർക്കറ്റിനെ കുറിച്ച് ഒരു പക്ഷേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റിലുള്ള നോളജ് അവരെ ഇംപ്രസ് ചെയ്യും. അപ്പോൾ എത്രമാത്രം ഡീപ്പായിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിക്കാൻ സാധിക്കുന്നുവോ അത്രയും ഡീപ്പായി പഠിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അടുത്തത് ബിസിനസ് മോഡൽ. പലപ്പോഴും ബിസിനസ് മോഡൽ ക്യാൻവാസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബിസിനസ് മോഡൽ ക്യാൻവാസിനകത്തുള്ള ഓരോ എലിമെൻറ്റുകളും പലപ്പോഴും ഞങ്ങളുടെ അടുത്ത് വരുന്ന പല സ്റ്റാർട്ടപ്പ് ഐഡിയകളുമായിട്ട് വരുന്ന ആളുകൾ വളരെ മെക്കാനിക്കലായിട്ടാണ് ഇതിനകത്തൊക്കെ ഫില്ല് ചെയ്ത് വെക്കുന്നത് കാണാം. വാല്യൂ പ്രപ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം അങ്ങ് ഫില്ല് ചെയ്ത് കൊണ്ടുവരിക. റവന്യൂ മോഡൽ അല്ലെങ്കിൽ പൈസ വരുന്ന വഴി എന്ന് പറയുമ്പോൾ വളരെ വളരെ സാധാരണപ്പെട്ട ക്ലീഷയായിട്ടുള്ള ഏതെങ്കിലും മോഡൽസുമായിട്ട് വരിക, അല്ലെങ്കിൽ ഒട്ടും കോമ്പറ്റിറ്റീവ് അല്ലാത്തൊരു മോഡലുമായിട്ട് വരിക, ഒട്ടും റെപ്ലിക്കബിൾ അല്ലാത്ത മോഡലുമായിട്ട് വരിക. കീ പാർട്ട്നേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടോ എന്ന് ആലോചിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്നത് ബിസിനസ് മോഡലിനെ കുറിച്ച് നല്ല ക്ലാരിറ്റി ഉണ്ടാകണം. എങ്ങനെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്, ആ പൈസ എങ്ങനെ വരും, എപ്പോൾ വരും, ഏത് തരത്തിൽ വരും, എത്രമാത്രം പ്രോഫിറ്റബിലിറ്റി അത് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും, ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകണം. ഈ ധാരണയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നൊരു ഇൻവെസ്റ്റർക്ക് തോന്നിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തോന്നിക്കാവുന്നേ ഉള്ളൂ. കാരണം യൂണിറ്റ് എക്കണോമിക്സ് കൃത്യമായിട്ട് അറിയാൻ പറ്റണം. യൂണിറ്റ് എക്കണോമിക്സ് അറിയാൻ പറ്റണം, കൃത്യമായി KPIs മനസ്സിലാക്കാൻ പറ്റണം. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ്, കസ്റ്റമർ ലൈഫ് ടൈം വാല്യൂ എന്നൊക്കെ പറയുന്ന പോലുള്ള കൃത്യമായിട്ടുള്ള KPIs കൂടി നമുക്ക് അസസ് ചെയ്യാനായിട്ട് പറ്റണം. ഇത് പല ഫേസുകളിൽ പലതായിരിക്കും, അതുകൂടി നമുക്ക് ഗണിച്ചെടുക്കാനും കൂടെ പറ്റണം. ഇതിനെക്കുറിച്ച് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ചോദിക്കുന്ന സമയത്ത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ അപ്പം തന്നെ മനസ്സിലായി നമ്മൾ വെൽ സ്റ്റഡീഡ് അല്ല, നമ്മൾ ഈ ബിസിനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആരാണ് തയ്യാറാവുക? സോ നിങ്ങളുടെ കയ്യിലൊരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, അതിനകത്ത് മുങ്ങിത്താഴുക എന്നാണ് ഞാൻ പറയുക. ഇമ്മേഴ്സ് ചെയ്യണം. എപ്പോഴാണോ നിങ്ങളുടെ ബിസിനസ് ഐഡിയക്കകത്ത് ഇമ്മേഴ്സ് ചെയ്ത് ആ ബിസിനസ് മോഡലിനെ കുറിച്ചും റവന്യൂ മോഡലിനെ കുറിച്ചും കൃത്യമായ കോൺഫിഡൻസ് ഉണ്ടാക്കുന്നത്, ആ കോൺഫിഡൻസ് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിലും നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടെ ചിരിയിലും വാക്കുകളിലും എല്ലാം ഓട്ടോമാറ്റിക്കലി വരും. ഇത്
നിങ്ങളുടെ ഇൻവെസ്റ്ററെ ഇംപ്രസ് ചെയ്യും. ഇതാ വേണ്ടത്. അടുത്തത്, നിങ്ങളുടെ ട്രാക്ഷൻ ഉണ്ടെങ്കിൽ ട്രാക്ഷൻ കാണിക്കണം. ഈ ട്രാക്ഷൻ എന്ന് പറയാൻ കാരണം, ട്രാക്ഷൻ ഇല്ലാതെ ഐഡിയ മാത്രമൊക്കെ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും കിട്ടില്ല കേട്ടോ. പിന്നെ വേണമെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ അടുത്തോ സുഹൃത്തുക്കളുടെ അടുത്തോ നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ അടുത്തോ ട്രാക്ഷൻ ഇല്ലാതെ ഐഡിയ ആയിട്ട് പോയാലും ചിലപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സീഡ് ഫണ്ടൊക്കെ കിട്ടിയേക്കാം. ഈ സീഡ് ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് എന്താ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ബൂട്ട് സ്ട്രാപ്പിംഗ് ഫണ്ട് ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ട്രാക്ഷൻ ഉണ്ടാക്കലാണ്. ചിലപ്പോൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സാധനം വിൽക്കാൻ ശ്രമിക്കുക, വിറ്റ് ഒരു ട്രാക്ഷൻ ഉണ്ടാക്കുക. ഈ ട്രാക്ഷനുമായിട്ട് നിങ്ങളൊരു ഇൻവെസ്റ്ററുടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ നിങ്ങൾക്കൊരു വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾ ഡാറ്റ വെച്ച് ഒത്തൻറ്റിക്കായിട്ട് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒത്തൻറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയാൽ, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ് എന്ന് തോന്നിയാൽ, നിങ്ങളുടെ കയ്യിൽ ഡാറ്റയുണ്ട് എന്ന് തോന്നിയാൽ, നിങ്ങൾക്ക് മുന്നോട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ധാരണയുണ്ട് എന്ന് മനസ്സിലായാൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റർ ഇംപ്രസ്ഡ് ആവും. കാരണം എന്താ, ഇത് വർക്ക് ചെയ്യുന്ന മോഡലാണ്, ഇവനെ കൊണ്ടൊരു ബിസിനസ് റൺ ചെയ്യാൻ കഴിയും, ഇവനെ കൊണ്ടൊരു ടീം മാനേജ് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു ഫീലൊക്കെ ഉണ്ടാവും. ഒപ്പം തന്നെ ടീമിനെ കുറിച്ച് കൂടി കോൺഫിഡൻ്റ് ആവണം. ഇപ്പം നമ്മൾ കുറേ സ്കില്ല് എക്വയർ ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റോബോട്ടിക്സ് പഠിച്ച ഒരാളായിരിക്കും ഞാൻ. ഈ റോബോട്ടിക്സുള്ള എൻ്റെ എക്സ്പെർട്ടീസ്, എനിക്ക് കിട്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്, എനിക്ക് കിട്ടിയിട്ടുള്ള അവാർഡുകൾ, ഇതെല്ലാം എനിക്ക് പറയാൻ പറ്റണം. കാരണം അതെൻ്റെ ഒത്തൻറ്റിസിറ്റി കാണിക്കുന്ന കാര്യമാണ്. എൻ്റെ ടീം അംഗങ്ങളുടെ കഴിവുകൾ ഇതാണല്ലോ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ടീം എത്രമാത്രം ഈ പറയുന്ന ഇൻവെസ്റ്റർക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ സന്നദ്ധരാണ് അല്ലെങ്കിൽ ക്യാപ്പബിൾ ആണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒറ്റ കാര്യം ആലോചിച്ചോളൂ, ഒരു ഇൻവെസ്റ്റർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് നിങ്ങളോടുള്ള ഭയങ്കരമായ ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഏതൊരു ഇൻവെസ്റ്ററും നിങ്ങളുടെ അടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നത് അയാൾക്ക് പൈസ കൂടുതൽ റെപ്ലിക്കേറ്റ് ചെയ്ത് കൂടുതൽ വലുതായി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. ഇത് വലുതാക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒത്തൻറ്റിക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ അപ്പോൾ പറ്റണം. മാത്രമല്ല ഫൈനലി അഞ്ചാമത്തെ കാര്യം, കൃത്യമായിട്ട് ആസ്ക്. ഈ ആസ്കിനകത്ത് നമ്മൾ ചിലപ്പം 5 കോടി ചോദിക്കും. അപ്പോൾ അവർ പറയും, ഇല്ല എനിക്ക് ഇത്ര ഒരു വാല്യുവേഷൻ എനിക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 2 കോടി വാല്യുവേഷനിലാണ് സമ്മതമുള്ളത്. അപ്പം നമുക്ക് ഉള്ളിൽ ഒരു പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ ഉണ്ടായിരിക്കണം. ഇവരിത് നെഗോഷിയേറ്റ് ചെയ്താൽ എവിടം വരെ പോവാം, എപ്പോൾ എടുക്കണം, ഇത്ര ഇക്വിറ്റി ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇത്രയാണോ ഡെറ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നത്, ഇതിനെക്കുറിച്ച് നമുക്കൊരു കൃത്യമായിട്ടുള്ള ഹോംവർക്ക് വേണം. അല്ലാണ്ട് അവിടെ ഒരു നെഗോഷിയേഷൻ വലിയൊരു കൺഫ്യൂഷനിലേക്കും സമയമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഓഫർ കിട്ടിയില്ല എന്ന് വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ആസ്ക് ചോദിക്കുക, എവിടം വരെ നെഗോഷിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ധാരണയുമായിട്ട് പോവുക. ROI കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും ഒരു ഇൻവെസ്റ്ററെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാം. കേരളത്തിൽ നിന്ന് തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്ററെ ലഭിക്കുകയും ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.